ഇതാരാണെന്നറിയോ? ഒരു കുയില്, കുഞ്ഞാണ് കുയില്. അയ്യോ അത് വിശക്കുന്നുണ്ട്. വേണ്ടരാ, വിശക്കുന്നുണ്ട്. 2 ദിവസമായി കിട്ടിയിട്ടേ കണ്ടിട്ടിരുന്നു ഇപ്പോൾ. അപ്പം വൈകുന്നേരം വഴി കിടന്ന് കിട്ടിയതായിരുന്നു. ഇയാൾ പക്ഷെ കൂവാനൊന്നും ആയിട്ടില്ല. ഇയാളുടെ കുറുമ്പ് കാരണം ഇയാളുടെ കുറുമ്പ് കാരണം ചാടി പുറത്തേക്ക് ഇറങ്ങിയേക്കണേ ഏതായാലും. അല്ലാതെ അല്ല, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചാടി പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പം അതേപോലെ കുറുമ്പ് കാരണം ചാടി ഇറങ്ങിയായിരിക്കുള്ളൂ. ഞാനിപ്പോൾ ഇതിന് പേരൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ. അയ്യോ എൻ്റെ കൈ തിന്നു. നല്ല വേദനയുള്ളൂ. വേദനയൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം, ഇതിനെ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ കാഷ്ടിച്ച് പോകുന്നുണ്ട്. കണ്ടോ, അങ്ങനെ തന്നെ പോവാണ്. ഇതിന് വല്ല ഫുഡ് കൊടുക്കണത് ഇങ്ങനെ ദഹിച്ചു പോകുന്നില്ല. അങ്ങനെ വേണോ? ഇതിനെ കെയർ എങ്ങനെയാണെന്ന് എനിക്കൊന്നും അറിയാൻ പാടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ, കമൻറ്റ് ചെയ്യണേ. ഉണ്ടാവും തുപ്പിക്കളയും, ചോദിക്കും, എന്നിട്ട് തുപ്പിക്കളയും. പക്ഷെ മാങ്ങ തിന്നും നല്ലോണം അല്ലേ? മാങ്ങ നല്ലോണം കഴിക്കും. അപ്പം ഞാൻ ചാമ്പൊക്കെ കിട്ടി, അപ്പം അതൊന്ന് കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച. കഴിക്കണമെങ്കിൽ വെറൈറ്റി മാറ്റി മാറ്റി കൊടുത്തു നോക്കാമല്ലോ. അവിടെ എന്നാൽ മാങ്ങ എടുത്തിട്ട് വാ. മാങ്ങ കുറേ കഴിക്കും. കത്തി എടുത്തോട്ടാ. ഞാനിപ്പോൾ ഒരു ഇങ്ങനത്തെ വെജിറ്റബിൾ ഇങ്ങനെ കടയിലൊക്കെ വിൽക്കുന്ന പെട്ടി ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. ഇതിന് മുന്നേ എനിക്ക് മറ്റേ കിട്ടുവിനെ കിട്ടിയപ്പോൾ, പൂച്ചക്കുഞ്ഞില്ലേ, എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. കിട്ടുവിനെ കിട്ടിയപ്പോൾ ഞാൻ ഇതിൽ തന്നെയാണ് വെച്ച് വെച്ചത്. ഇതിപ്പോൾ പറക്കാനായാൽ ഞാൻ പറത്തി വിടും. പക്ഷേ എനിക്കിതിന് കെയറിങ്ങും കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല. കാക്കക്കുയിലല്ലേ ശരിക്കും. കാക്കനാണ്ട ചാർന്നുണ്ട കുറുമ്പത്തി. ഇതിനുള്ളിൽ പുറത്തിറങ്ങി ടൈലും ഇരിക്കണം, അതിൻ്റെ അപ്പിയിടണം. അതിനാണ് പരിപാടി. കത്തിയോടെ കിച്ചണിലിരിപ്പുണ്ട്. ചെല്ലെടുത്തിട്ടോ, ഓടി ചെല്ലടാ. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ മാമ്പഴം കിട്ടും. നല്ല അടിപൊളി മാങ്ങയാണ്. ഇവിടെ ഫ്രണ്ടിൽ തന്നെ മാവുണ്ടല്ലോ, നിറയെ മാമ്പഴം കിട്ടും. അപ്പോൾ ഞാൻ ആ മാങ്ങ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു ദിവസം ഒരു മാങ്ങ കൊടുത്ത് ഇങ്ങനെ പതിയെ പതിയെ കൊടുക്കും. ഒരു ദിവസവും. മാങ്ങ വേണോ? മാങ്ങ വേണോ? കുക്കു 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 കുക്കു. ഇതിന് വല്ല മെഡിസിൻ കൊടുക്കണോ അല്ലെങ്കിൽ നമ്മളിനി ആരെങ്കിലും ഏൽപ്പിക്കണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കാക്കക്കുയിലല്ലേ. കണ്ട കണ്ട ചാടി പുറത്തേക്ക് ഇറങ്ങി. ഇയാളുടെ ഈ പോക്കാണ് ഇയാളെ താഴത്തേക്ക് ഇറങ്ങാൻ കാരണം. ചെറുതായിട്ട് പറക്കും. ഞാൻ ഇതിങ്ങനെ മാങ്ങ കൊടുത്ത് കാണിച്ചു തരാട്ടോ. കടിച്ചു പൊട്ടിച്ച മാങ്ങ. എടാ കത്തി എടുത്തിട്ട് വാടാ, ഇത് എടുക്കാൻ പറ്റണില്ലടാ. കിച്ചണിലുണ്ട്. ഞാനിപ്പോ ചീര അരിഞ്ഞതല്ലേ. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഇതിൽ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലേ, പണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണന്മാർ പറഞ്ഞാൽ അപ്പം തന്നെ കേൾക്കും. അത് കേൾക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പം പിള്ളേരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർ അത് കിട്ടിയില്ല, കഴിഞ്ഞ്, ഇത്രേ ഉള്ളൂ. അതിന് വേണ്ടി കൂടുതൽ അമ്മ പറഞ്ഞതാണ് അല്ലെങ്കിൽ അച്ഛാമ്മ പറഞ്ഞതാണ് ചെയ്യണം എന്നുള്ളതൊന്നുമില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക്. ഇന്നതെ കുറച്ച് മാങ്ങ കിട്ടി. മാങ്ങ വെച്ച് മാങ്ങ കൊതിയനാന്ന് തോന്നണത്. ഇപ്പം കിട്ടിയില്ലേ? കണ്ടാ, കത്തി എടുക്കാതെയാണ് വന്നേക്കണേ. കിട്ടൂല, ഞാൻ എടുത്തിട്ട് വരാം. അപ്പം ഞാൻ കത്തി എടുത്തിട്ട് വന്ന് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ പുളി വച്ചിട്ടുണ്ട്. ഇതിന് കൊടുക്കാം. ഇവനില്ലേ മാങ്ങക്കൊതിയനാണ്. വേറെ എന്ത് കൊടുത്തിട്ട് കഴിക്കണ്ട. എന്നിട്ട് ചോറ് ഞാൻ കൊടുത്ത് നോക്കി. കൊടുക്കാവോന്നൊന്നും അറിയാൻ പാടില്ല. എന്നാ ആടാ, മാങ്ങ കഴിച്ചു, മാങ്ങ കഴിച്ചു. ഇനി വേണോ? വെറുതെ കൈവെക്കല്ലേടാ. അയ്യാ, ഇതിന്റെ ഈ ഭാഗം മൂർച്ചയാണ്. എന്താ വായ തുറന്നിട്ട് നോക്കിയേ. മൊബൈലിൻ്റെ അല്ലേട്ടാ. അയ്യടാ, വേണോ? അത് പുറത്തായിപ്പോയി. ആ ഓക്കെ 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 ആക്കി ആക്കി. അതിപ്പോൾ വായിലേക്ക് ആയില്ല. അയ്യോ, ഇതിന്റെ ഈ ഭാഗം മൂർച്ച കൂടല. അതുണ്ടാവും, മൂർച്ച വെച്ച് വെച്ച് വരും. ഞങ്ങളുടെ കോഴിച്ചേട്ടന്മാർ എന്താണ് ഇവിടെ പ്രശ്നം, ഇവിടെ ആരാണ് പുതിയ ആൾക്കാരെന്നൊക്കെ ചോദിക്കാൻ വന്നേക്കാണ്. ഞങ്ങളുടെ വീരപ്പൻ, ഇതാണ് ഞങ്ങളുടെ വീരപ്പൻ, മൂത്ത വീരപ്പൻ. വേണോ? വീരപ്പ ഒന്നും ചെയ്യില്ലേട്ടാ.
ആതിർന്നേ. ആ വേണോ? വേണ്ടല്ല. ആരവായ നോക്കിട്ടാ ഇപ്പൊ തന്നെ ഉറങ്ങിക്കളയോട്ടെ, ഒരു ഉറക്കമുണ്ട് കഴിഞ്ഞിട്ട്. ആ ചത്ത പോലെ ആ കാണിക്ക് വേണമെങ്കില്. അച്ചാമ്മ പേടിച്ചേ. കഴിക്കാറിയാൻ പാളി വാ തുറന്ന പേപ്പ വെച്ചില്ലേ. എൻ്റെ കയ്യിലട ചെറുക്ക മാങ്ങീണ് നോക്കണ താഴത്തൂണപ്പ. അപ്പം അറിയാ എന്നാ വാ തുറക്കങ്ങട്. ഇന്ന് കഴിക്കേ കുക്കു. കഴിച്ചേ കുക്കു. അപ്പൊ കണ്ണട ഇന്ന് രാവിലെ പറയണേ, 2 ദിവസമായല്ല എന്ന് പറയണേ. പിന്നെ നമുക്ക് കുക്കൂന്ന് വിളിക്കാം. എന്നിട്ട് പറയണം ഇങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ കുക്കൂന്ന് വിളിക്കണം എന്ന് പറന്ന് പോയാലും നമുക്കൊരു സമാധാനമുള്ള. എന്റെ കയ്യിൽ നിന്ന് പറന്നോളുണ്ട് ചെറുതായിട്ട്. ജസ്റ്റ് ജമ്പിങ് മാത്രം. ജമ്പിങ് അല്ല, ചെറുകടിച്ച് റൗണ്ട് ചെയ്ത് എന്നാലും നമ്മളിപ്പോ ഏകദേശം ഒരു മനുഷ്യരോടാണ് നടക്കണേന്നുള്ള ഇതുണ്ടായിന്. അതിൻ്റെ അമ്മയല്ല അച്ഛനല്ല എന്നൊക്കെ അറിയാം. എന്നാ വേണമെങ്കിൽ കഴിക്കൂട്ടി. എൻ്റെ വിരലല്ല ഇത്, മാങ്ങാണ്ടി വിരല്. കഴിക്ക്. വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ പോണട്ടെ കുക്കു. കുക്കു വേണേ കഴിച്ചേ. ഇതിനെ എങ്ങനെ വളർത്തരുതെന്ന് എനിക്കറിയാൻ പാടില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് പറയണേ. പിന്നെ ഇത് ആരെങ്കിലും ഏൽപ്പിക്കണമെന്നും എനിക്കറിയാൻ പാടില്ല. കണ്ണേട്ടൻ കൊണ്ടുവന്ന് നോക്കിയിട്ട് പറത്തി വിടാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൈ കിട്ടിയിട്ട് ഇതിനെ രക്ഷിക്കാതെ പൂച്ചയെ പട്ടിയെ കടിച്ചിരുന്നൊക്കെ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം അതിനും വലുതാണ്. ഇപ്പം കയ്യിൽ നിന്ന് എങ്ങാനും ഇരുന്ന് ചത്തുപോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞങ്ങൾക്ക് ഇടക്കിടക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടും. പൂച്ചക്കുഞ്ഞിനെയോ പട്ടിക്കുഞ്ഞിനെയോ. പിന്നെ ഇതിനെയും കിട്ടിയിട്ടുണ്ട്. ഡോഗോനെ കിട്ടിയിട്ടില്ലേ നമുക്ക്, പട്ടീനെ കിട്ടുമ്പോ ഇങ്ങനെ കൊണ്ടുവരും. ഞങ്ങോട്ട് കെയർ ചെയ്തിട്ട് ഇങ്ങനെ പറത്തിക്കളയൊക്കെ ചെയ്യും. പക്ഷെ ഞങ്ങളുടെ കിട്ടൂനെ മാത്രം നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയില്ല. കിട്ടൂന് ഇതേപോലെ പെട്ടിയിലാക്കിയിട്ട് പുറത്ത് വെച്ചേക്കായിരുന്നു. കിട്ടൂനെ പട്ടി എന്നിട്ട് പിടിച്ചോണ്ടും പോയി. അത് കാരണം എനിക്കിപ്പോൾ ഭയങ്കര ടെൻഷൻ. ഇതിനെന്തിനും പറ്റുമോന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ, ഇതിനെ വളർത്തുന്ന രീതി അറിയാമെങ്കിൽ ഇന്ന് പറയുകയും വേണം, കമൻറ്റ് ചെയ്യുകയും വേണം. പിന്നെ എവിടെയെങ്കിലും ഏൽപ്പിക്കണമെങ്കിലും പറയണം. ഞങ്ങളിതിനെ ഉപദ്രവിക്കുന്നല്ല കേട്ടോ ആരെങ്കിലും. ഇനി ഇങ്ങനെ പക്ഷി മൃഗസ്നേഹികളൊക്കെ ഉണ്ടാവുമല്ലോ, ഞങ്ങളിവിടെ കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലാക്കൂല ഇതൊന്നും പറഞ്ഞേക്കല്ലേ. അല്ലേ അതില്ലേ ഇങ്ങനെ കൊക്കിനെയും കിട്ടിയിട്ടുണ്ട്, തത്തേനെയും കിട്ടിയിട്ടുണ്ട്. കൊക്കിനെയും തത്തേനെയും കിട്ടി. വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ വരെ ഒന്നും വാങ്ങിച്ച് കഴിക്കത്തില്ല. ഇങ്ങനെ വാ തുറന്ന് വെക്കും, എന്നിട്ട് കഴിക്കും. അങ്ങനെയായിരുന്നു. വായിലേക്ക് ഇങ്ങനെ കൊക്ക് അമ്മക്കിളി വെച്ച് കൊടുക്കത്തില്ലേ, അങ്ങനെയായിരുന്നു. ഇതിപ്പോൾ ഇതേ വാങ്ങിക്കുന്നുണ്ട് കയ്യിൽ നിന്ന്. ഇങ്ങനെ എൻ്റെ വിരലാണ് കൂടുതലും വാങ്ങിക്കുന്നത്. കണ്ടോ, ഇവിടേക്ക് ഈച്ച വരും കുട്ടി. ഈച്ചക്കുട്ടി. ഇതിന് കാക്ക വല്ലതാണ് ദൈവമേനി. കാല് കണ്ടിട്ട് കാക്കേൻ്റെ പോലെയല്ല. കാല് കാക്കക്കൂയില്ലാണ് അല്ലേ. കാക്കക്കൂല അവിടെ ഇത്. ഒരു ദിവസം കാക്ക വലയെ വീണിട്ട് നമ്മള് പിടിച്ച് രക്ഷിച്ചിട്ടില്ലേ. പിന്നെ കാക്കേനെ കിട്ടിയിട്ട് അമ്മ അപ്പുറത്തെ പറമ്പിലേക്ക് എടുത്ത് കളഞ്ഞു. കാക്കകള് തല്ലുപിടിച്ച കാരണം ഇട്ട് കൊടുത്തല്ലെങ്കിൽ അവരെന്നെ തല്ലിക്കൊല്ലൂടി. ഓടിച്ചിട്ട് എന്നെ റാഞ്ചി തിന്നും. വേണോ? മതിയാ? അപ്പം ഞങ്ങളിത് ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി അവിടെ ഇരുന്ന് തന്നെത്താൻ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങേ എണീറ്റിരിക്കുക ചെയ്തോളും. അതിനെ ഉള്ളിലേക്ക് എത്തിക്കോടാ. കിട്ടൂന്റെ കൂടാണിത്. ഇതിപ്പോ ഇപ്പൊ കുക്കുവിന്റെ കൂടാണ്. ഇത് കുക്കുവിന്റെ, നേരത്തെ കിട്ടൂന്റെ. അങ്ങനെ നോക്കിയേ മാങ്ങ കൊടുത്തു കഴിഞ്ഞു. നമുക്ക് നാളെ ഒരു മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കണം. വിട് ചാടി കയറാൻ പോകും.
ഇയാളുടെ കുറുമ്പ് കാരണമാണ് ഇങ്ങനെ താഴത്ത് ഇറങ്ങണത്. കോഴിയുടെ ശരിക്കും പറഞ്ഞാൽ കൂവണ സമയത്താണ് കാക്ക കൂട്ടിൽ നിന്നെടുത്ത് പുറത്തേക്ക് ഇടുന്നത്. ഇത് കൂവിയിട്ടില്ല, കൂവാനായിട്ടില്ല ഇത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഇത് തന്നെത്താന് ഈ കൂട്ടിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പറഞ്ഞ് വീണേക്കണേണിത്. ജസ്റ്റ് നോക്കുമ്പോൾ കാക്കയാണ് കേട്ടോ. കൈ കിട്ടുമ്പോഴാണ് കാക്കക്കൂലാന്ന് മനസ്സിലാവണം. പിന്നെ കാല് കാണുമ്പോൾ കാക്കക്കൂലിൻ്റെ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനല് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അല്ലേ അതിലെ നിങ്ങൾക്ക് അധികം സബ്സ്ക്രൈബേഴ്സും ലൈക്കും അങ്ങനെയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നത്. ബൈ.